ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എലിശല്യം മൂലം പല്ലിശല്യമൊക്കെ മൂലം പൊറുത്തി മുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. സാധാരണഗതിയിൽ നമ്മളിതുപോലെ നമ്മുടെ ചന്ദനത്തിരിയൊക്കെ ഒന്ന് കത്തിക്കുന്ന സമയത്ത് വേഗത്തിൽ അത് കത്തിത്തീരാറാണല്ലോ പതിവ്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് സമയത്തിലും കൂടുതൽ നമുക്കതൊന്ന് കത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ആ ചന്ദനത്തിരി ഞാൻ നന്നായിട്ടൊന്ന് നനച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ നനച്ചതിന് ശേഷം നമ്മൾ കത്തിച്ചെടുക്കുകയാണെങ്കിൽ സാധാരണ നമുക്ക് കത്തി നിൽക്കുന്ന ആ ഒരു സമയത്തിൽ കൂടുതലായിട്ട് നമുക്ക് ചന്ദനത്തിരി കത്തി നിൽക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ചന്ദനത്തിരി കത്തിക്കുന്ന സമയത്ത് കുറച്ച് ലേറ്റ് ആവും ഒന്ന് കത്തി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നീട് അത് നമുക്ക് കത്തിത്തീരാൻ കുറച്ചും കൂടെ സമയമാകും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ കാലിയായ കോൾഗേറ്റിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത്. കാലിയായെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കോൾഗേറ്റ് ബാക്കിയുണ്ടാവും. അപ്പോൾ അത് വെറുതെ കളയാണ്ട് നമുക്കൊരു നല്ല യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതെന്താണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് നമുക്ക് കോൾഗേറ്റിൻ്റെ കവറ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കാം. ഒരുപാട് കോൾഗേറ്റ് നമുക്ക് അതിൽ ബാക്കി ഉണ്ടാകും. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ കട്ടിയുള്ള ഒരു നൂലെടുത്ത് നന്നായിട്ടൊന്ന് അതൊന്ന് കെട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ആ കോൾഗേറ്റിൻ്റെ കവറ് ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നൊന്ന് കണ്ടു നോക്കാം. നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഫ്ലഷ് ടാങ്കിലേക്കാണ്. നമ്മൾ ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഒരു കോൾഗേറ്റ് കാലിയായ കവർ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ബാക്കിയായ ഒരു കോൾഗേറ്റൊക്കെ നമ്മൾ ഓരോ ടൈമും ഫ്ലഷ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരും. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അഴുക്കൊന്നും ഇല്ലാണ്ട് കൊണ്ട് ഉരച്ച് കഴുകാണ്ട് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടോയ്ലറ്റ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുട്ടികളുള്ള വീടുകളിലൊക്കെ ഒരുപാട് പ്രയോജനകരമായൊരു നല്ലൊരു ടിപ്പാണ്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു നല്ലൊരു ടിപ്പ് തന്നെയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി വെറുതെ നിങ്ങൾ കാലിയായ കോൾഗേറ്റിൻ്റെ കവറൊന്നും കളയരുത്. ഇതുപോലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വേപ്പിലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നല്ല ഉണങ്ങിയ വേപ്പിലയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് കുറച്ച് വെള്ളമാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ വേപ്പിലൊക്കെ ഇട്ട് വെള്ളം ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്ന ഈ ഒരു വേപ്പിൽ ചേർത്ത വെള്ളം നമുക്ക് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. സ്ട്രെയിൻ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഇതുപോലുള്ള കൊതുക് തിരിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൊതുക് തിരി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ അതും കൂടെ ഈ ഒരു ചൂടോടുകൂടി ഉള്ള ആ ഒരു വേപ്പില വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ചൂടുള്ള വെള്ളത്തിലേക്ക് ഈ ഒരു കൊതുകുതിരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് നന്നായിട്ട് അങ്ങ് മെൽട്ടായിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ആ ഒരു കൊതുകുതിരി മെൽറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. വെള്ളവും നന്നായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ആ ഒരു വെള്ളത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനത് ആ ഒരു കൊതുകുതിരി കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ നാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം നന്നായിട്ട് തന്നെ അതൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ എല്ലാം ഒന്ന് തിരുമ്മി ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാ കൊതുകുതിരിയും ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ആ ഒരു വേപ്പിലയും അതുപോലെ തന്നെ കൊതുകുതിരിയുടെ ആ ഒരു ഇതൊക്കെ കലർന്ന് നന്നായിട്ട് നമുക്ക് ആ ഒരു വെള്ളം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പല്ലീനെയും അതുപോലെ തന്നെ എലിനെയൊക്കെ കൊല്ലാൻ പാകത്തിനുള്ള നല്ലൊരു സൊല്യൂഷൻ നമുക്കിവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചു മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ സൊല്യൂഷൻ ഞാൻ ഒരു പാത്രത്തിലേക്കൊന്ന് അരിച്ചു മാറ്റിയിട്ടുണ്ട്. നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് സാൾട്ടാണ്. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൊടിയുപ്പാണ്. നിങ്ങൾക്ക് കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയായിരുന്നു കേട്ടോ ഇത്. നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലുള്ള കൗണ്ടർ ടോപ്പിലാണെങ്കിലും അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്ത് പല്ലികളും പാറ്റകളൊക്കെ വരാൻ ചാൻസസ് ഉള്ള ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കിച്ചൺ സിങ്കിലാണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ റെഡിയാക്കുന്ന ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരാഴ്ചത്തോളം നമുക്ക് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷനിലേക്ക് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കോട്ടനാണ്. അത് ഇതുപോലെ നമുക്കൊന്ന് ആ ഒരു സൊല്യൂഷനിലിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ആ ഒരു കോട്ടൺ എവിടെയാണോ പെരിച്ചാഴി ശല്യം അതുപോലെ തന്നെ എലിശല്യമൊക്കെ ഒരുപാടുള്ള ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ഈ ഒരു കോട്ടൺ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എലിയാണെങ്കിലും പെരിച്ചാഴിയാണെങ്കിലും ഒന്നും വരില്ല കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹോം റെമഡീസാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.